പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലൊരു ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ DC വോൾട്ടും ആംബിയറും നമുക്കിതിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് നോക്കാം. ഇതുപോലെ 2 കണക്ടറാണ് നമ്മൾ ഈ ഒരു വോൾട്ട് മീറ്ററിൽ വരുന്നത്. അപ്പോൾ ഈ 2 വയർ നമുക്ക് ആംബിയർ ചെക്ക് ചെയ്യുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആംബിയർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ബാറ്ററി എടുത്ത് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും. ഇത് സീരിയലായിട്ടാണ് നമ്മളിത് കൊടുത്ത് ബാറ്ററി ചെക്ക് ചെയ്യേണ്ടത്. ഈ 3 വയർ നമ്മൾ ഒരു വയർ ഈ ബ്ലാക്ക് വയർ നെഗറ്റീവും റെഡ് വയർ പോസിറ്റീവുമാണ്. അപ്പോൾ ഈ 2 വയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വോൾട്ട് മീറ്റർ ഓൺ ആവും. അപ്പോൾ ഈ യെല്ലോ വയർ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിനായിട്ടാണ് യെല്ലോ വയർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ റെഡും ബ്ലാക്കും വയർ നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുകയാണ്. റെഡ് പോസിറ്റീവിലും ബ്ലാക്ക് നെഗറ്റീവിലേക്ക്. അപ്പോൾ നമ്മൾ വോൾട്ട് മീറ്റർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം ഒന്നും കാണിച്ചിട്ടില്ല, നമ്മൾ 00 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്പറൊന്നും കാണിച്ചിട്ടില്ല, കാര്യം നമ്മൾ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഓണാവാനുള്ള വോൾട്ടേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 12 വോൾട്ടിൻ്റെ UPS ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വോൾട്ട് മീറ്റർ ഓൺ ആവുന്നതിന് ഒരു പവർ കൊടുക്കണം, അതാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന വയർ നമുക്ക് വോൾട്ടേജ് ചെയ്യുമ്പം നെഗറ്റീവ്, നമുക്ക് ഈ ഒരു വയർ, ഈ ഒരു ബ്ലാക്ക് വയർ വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, നമുക്ക് ഈ ഒരു വയർ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ബാറ്ററിയാണോ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ പോസിറ്റീവിൽ യെല്ലോയും നെഗറ്റീവിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് വയർ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കാണിക്കും. 11.9 വോൾട്ടാണ് നമുക്ക് ആ ബാറ്ററിക്കുള്ളത്. ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് 11.9 വോൾട്ട്. അപ്പോൾ ഈ 2 വയർ വെച്ച് നമുക്ക് ഏത് ബാറ്ററി വേണമെങ്കിലും നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ചെറിയ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു കുഞ്ഞ് ബാറ്ററിയാണ്, നമുക്ക് അതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. .4 വോൾട്ട് ഉണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററിക്ക്. നമ്മൾ റിമോട്ട് കൺട്രോളിലൊക്കെ വരുന്ന ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ചെക്ക് ചെയ്യാം. 12 വോൾട്ടിൻ്റെ വലിയ ബാറ്ററി, ആംബിയർ കൂടിയ ബാറ്ററികളൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് 100 വോൾട്ട് വരെ നമുക്ക് ഇതുപോലെ ഇതിൽ കൊടുത്ത് ചെക്ക് ചെയ്യാം. ഈ 2 വയറിൻ്റെ സഹായം മതി. ഈ ഒരു വോൾട്ട് മീറ്റർ വർക്കാവുന്നതിന് ഒരു പവർ കൊടുക്കണം. 5 വോൾട്ടിലും 12 വോൾട്ടിലും നമുക്ക് വർക്കാവും. 5 വോൾട്ടിന് മുകളിൽ നമുക്ക് വർക്കാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണ്. ഇനി നമുക്കിതിനെ ഇതെങ്ങനെയാണ് ചാർജിങ് ആംബിയറും ഡിസ്ചാർജിങ് ആംബിയറും എങ്ങനെയാണ് നോക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയാണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പവർ സപ്ലൈ എടുക്കുന്നുണ്ട്, 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ എടുക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന പവർ സപ്ലൈയുടെ നെഗറ്റീവ് നമ്മൾ വോൾട്ട് മീറ്ററിൻ്റെ ബ്ലാക്ക് വയർ, ആംബിയർ ചെക്ക് ചെയ്യുന്ന 2 വയറിൽ ബ്ലാക്ക് വയറിൽ കൊടുക്കണം. റെഡ് വയർ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവിൽ കൊടുക്കണം. പവർ സപ്ലൈയുടെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലും കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ആംബിയർ കാണാം, ഏകദേശം ഒരു 26-27 മില്ലി ആംബിയറിൽ നമ്മൾ ആ ഒരു ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. ഞാനിപ്പോൾ കൊടുത്ത പവർ സപ്ലൈ എന്ന് പറയുമ്പം 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആംബിയറിൽ ചാർജ് ആകുന്നത്. അപ്പോൾ 14 വോൾട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ട് കൊടുക്കേണ്ട അഡാപ്റ്റർ. അപ്പോൾ ഞാനിപ്പോൾ 12 വോൾട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് 20 മില്ലി ആംബിയറിൽ ചാർജ് ആകുന്നത്. അപ്പോൾ ചെക്കിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജും കൂടി അറിയണമെങ്കിൽ നമുക്ക് നമ്മളെ വോൾട്ട് മീറ്ററിൻ്റെ യെല്ലോ വയറും കൂടി നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കണം. ഈ ഒരു വയറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കണം. അപ്പം ആ ബാറ്ററിയുടെ വോൾട്ടേജ് ആംബിയർ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. 12.1 വോൾട്ട് ഉണ്ട്. ഇപ്പം ചാർജിങ് ടൈമിൽ 15 മില്ലി ആംബിയറിൽ ഇപ്പോൾ ചാർജ് ആകുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ നമുക്ക് 3.7 വോൾട്ടിൽ നമുക്ക് 3.7 ബാറ്ററി ചാർജ് ചെയ്യാൻ ആംബിയർ അറിയാൻ പറ്റും. അപ്പം എല്ലാ ബാറ്ററിയുടെ ആംബിയർ നമുക്ക് ഇതിൽ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതാണ് ചാർജിങ് ആംബിയർ എങ്ങനെ കണക്കാക്കുന്നു എന്ന് ഈ ഒരു വോൾട്ട്മീറ്റർ വെച്ച് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് ഡിസ്ചാർജിങ് ആംബിയർ എങ്ങനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഡിസ്ചാർജിങ് ആംബിയർ നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജിങ് ആംബിയർ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന പവർ സപ്ലൈ, നമ്മൾ ഈ ഒരു പവർ സപ്ലൈയിൽ നിന്ന് തന്നെ ഡിസ്ചാർജിങ് ആംബിയർ എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു DC ബൾബാണ് നമ്മളിതിൽ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 12 വോൾട്ടിൻ്റെ DC ബൾബാണത്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈയുടെ 12 വോൾട്ട് പവർ സപ്ലൈ ആണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവിൽ നമ്മൾ കൊടുക്കുന്ന ബൾബിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യണം. നെഗറ്റീവ് വയർ നമ്മൾ ഈ ഒരു വോൾട്ട്മീറ്ററിൻ്റെ ഈ ഒരു റെഡ് വയറിൽ, ആംബിയർ ചെക്ക് ചെയ്യുന്ന റെഡ് വയറിൽ കൊടുക്കണം. ബൾബ് ഓൺ ആയിട്ടുണ്ട്. 80 മില്ലി ആംബിയറിലാണ് നമ്മൾ ആ ഒരു ബൾബ് ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുന്നത്. 80 മില്ലി ആംബിയർ എടുത്താണ് വർക്കാവുന്നത്. അപ്പോൾ നമ്മളെ ബാറ്ററിയുടെ വോൾട്ടേജും കൂടി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ ഈ ഒരു യെല്ലോ വയർ കൂടി കൊടുത്താൽ മതി. വോൾട്ടേജും കൂടി അറിയാൻ പറ്റും. ഇത് 12 വോൾട്ട്, നമ്മൾ പവർ സപ്ലൈക്ക് 12 വോൾട്ട് ഉണ്ട്. 12 വോൾട്ട് 91 മില്ലി ആംബിയറിലാണ് നമ്മൾ ഈ ഒരു DC ബൾബ് വർക്കാവുന്നത്. അപ്പോൾ ചാർജിങ് ആംബിയറും ഡിസ്ചാർജിങ് ആംബിയറും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതുകൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ഒരു ബാറ്ററി പാക്ക്, ലിഥിയം ബാറ്ററി പാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് ഇതും കൂടി നമുക്ക് ആ ബോക്സിനുള്ളിലായിട്ട് നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സോളാർ പാനൽ കൊടുത്ത് നമുക്കിതിൻ്റെ ആംബിയർ നമുക്ക് കണക്കാക്കാൻ പറ്റും. എത്ര ആംബിയറിൽ നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ആകുന്നു എന്നൊക്കെ നമുക്ക് സോളാർ പാനലൊക്കെ കൊടുത്ത് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.